ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കടപ്പുറത്തേക്ക് നോമ്പെടുക്കാനും വേണ്ടി പോവാണ്. എല്ലാതും എടുത്ത് വെച്ചിട്ടോ, പിന്നെ ബത്തക്ക ജ്യൂസ് അടിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുറപ്പെടാനും വേണ്ടി കടപ്പുറത്തേക്ക് പുറപ്പെടാനും വേണ്ടി ഇറങ്ങാണ്. ഞങ്ങളും പിന്നെ ഞങ്ങൾ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കൂടെ പോകുന്നുണ്ട്. ഇമ്മയാണ് വണ്ടി ഒഴിക്കുന്നത്. ലൈസൻസ് ഒക്കെ കിട്ടിക്കണം, വല്ല പുലിയാവാനും വേണ്ടി കാറോട്ടാണ്. ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ബത്തക്കൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കടിയും അങ്ങനെയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വന്നു. ഞങ്ങൾ നേരെ വിട്ട് കടപ്പുറം അങ്ങനെ പോയി അവസാനം ഞങ്ങളൊരു പള്ളിയിൽ നിർത്തിട്ടോ. ഞങ്ങൾ അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ നിർത്തി. ഞങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ചാനും വേണ്ടി ഉദുവൊക്കെ എടുത്തു. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ കടപ്പുറത്തേക്ക് വിട്ടു. അങ്ങനെ അവസാനം പോയി കടപ്പുറ എത്തി ഗൈസ്. ഇതൊക്കെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ കൊടുന്നു കണ്ടൊക്കെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വിരിക്കാം കേട്ടോ. പായൊക്കെ ഉണ്ട്. പായി ഇട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ മേൽക്കൂടി എന്തോ ഷീറ്റ് ഇടും. പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വെക്കാം കേട്ടോ. നോമ്പെടുക്കാനുള്ള ടൈം ആയിക്കണു. അങ്ങനെ നോമ്പെടുക്കാനും വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി ഇരിക്കണം കേട്ടോ. അങ്ങനെ അവസാനമൊക്കെ റെഡിയായി ബത്തക്ക മുറിക്കുകയാണ്. ബത്തക്ക കഷ്ണം മുറിക്കാം കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൊമാൻറ്റിക് ഞാനും എൻ്റെ കുഞ്ഞമ്മൻ്റെ കുട്ടി കൂടി കടപ്പുറത്ത് ഇങ്ങനെ സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. ജനമോൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതാ ജനമോള് ഉപ്പച്ചി ബത്തക്ക ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെ ഒക്കെ മുറിച്ചല്ലാതും സമൂസയും ബത്തക്ക വെള്ളമൊക്കെ ഇങ്ങനെ തയ്ക്കാക്കണം. പിന്നെ മുന്തിരി, പച്ചമുന്തിരി ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം ഞങ്ങൾ നോമ്പ് തുറക്കാം കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അവസാനം നോമ്പ് തുറന്നു. ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. പിന്നെ ഒരു ഉപ്പയും പേരൊക്കെ എല്ലാവരും കൂടെ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് നിസ്കരിച്ച് അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ കടപ്പുറത്ത് നിന്ന് നിസ്കരിച്ചു. പിന്നീട് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് തിന്നാൻ നിന്നു കേട്ടോ. കുഴിമന്തിയാണ് കേട്ടോ. അടിപൊളി കുഴിമന്തിന് എന്ത് രസം അറിയോ, അടിപൊളി കുഴിമന്തി. പിന്നെ കുറച്ചു നേരം കടപ്പുറത്തൊക്കെ ഇങ്ങനെ കളിച്ചിട്ടോ. ഞാൻ എൻ്റെ ഉപ്പാക്ക് വാച്ച് കൊടുക്കട്ടെ. എൻ്റെ വാച്ചിന് വെള്ളം അവിടെ അയച്ചിട്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, മണ്ണയക്കണു. ഞാൻ ഉപ്പാക്ക് കൊടുക്കട്ടോ. ഞാനും എൻ്റെ കുഞ്ഞമ്മയുടെ കുട്ടിയും കൂടെ ഇങ്ങനെ കളിക്കുകയാണ്.